പ്രസവത്തെ തുടർന്ന് അമ്മയും നവജാത ശിശുവും മരിച്ചത് ചികിത്സാ പിഴവെന്ന് പരാതി. കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്മ ആശുപത്രിക്കെതിരെയാണ് ആരോപണം. കുഞ്ഞു മരിച്ച വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെച്ചു എന്നുമാണ് പരാതി പറയുന്നത്. ആരോഗ്യമന്ത്രിക്ക് മനുഷ്യാവകാശ കമ്മീഷനും പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സാരംഗ് സുരേഷ്. ഏറെ ദുഃഖകരമായൊരു വാർത്തയാണ്. കാസർഗോഡ് നിന്ന് വീണ്ടും ഒരു ചികിത്സാ പിഴവ് കൂടി സംഭവിക്കുന്നു. ഒരു അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവ ശുശ്രൂഷകൾക്കിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്മ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുടുംബം രംഗത്ത് വരുന്നത്. ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വലിയ ചികിത്സാ പിഴവുണ്ടായി എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. 3-ാം തീയതിയാണ് ചേച്ചിയുടെ ഒരു ചെക്കപ്പിൻ്റെ ഡേറ്റ്. 11:30 മണിക്ക് നമ്മൾ എത്തിയതിന് ശേഷം ഡോക്ടർ ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രം ഓപ്പണാണെന്ന് പറഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. 6:30 മണിയാകുമ്പോഴേക്ക് ചേച്ചിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. 8 മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അർജൻറ്റായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. പെട്ടെന്നായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു പരിയാരം വേണ്ട, മാംഗ്ലൂരോ അല്ലെങ്കിൽ ആസ്റ്റർ മിംസിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. രേഷ്മ ഡോക്ടറായിരുന്നു ചേച്ചിയെ നോക്കിയിരുന്നത്. രേഷ്മ ഡോക്ടർ ഹസ്ബൻഡ് താരാനാഥ് അവർ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റൂല അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിടുമായിരുന്നു. ലേബർ റൂമിലേക്ക് പ്രസവിക്കാൻ കൊണ്ടുപോയ ചേച്ചിയെ അന്നേരം നമ്മൾക്കറിയില്ല എന്തൊക്കെ അകത്ത് സംഭവിച്ചെന്ന്. നമ്മളോട് ഒരു കാര്യം അവർ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്തൊക്കെ നടന്നു ഒന്നും നമ്മളോട് യാതൊന്നും പറഞ്ഞില്ല. ഇത്ര വലിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇതിനു മുമ്പുള്ള ചെക്കപ്പിലും ഈ കാര്യങ്ങളോ ഒന്നും നമ്മളോട് ഒന്നും പറഞ്ഞില്ല. ആംബുലൻസ് ഡ്രൈവറാണ് എന്നോട് പറയുന്നത് പേഷ്യൻ്റ് പ്രസവിച്ചു, കുട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ. ഏട്ടനെ ഞാൻ വിളിച്ചിട്ട് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അവിടെ അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അപസ്മാരം വന്നായിരുന്നു എന്നും. നമ്മൾ 12 വർഷമായിട്ട് ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഇത് നമ്മൾ കണ്ടില്ല. യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഷർ ഡൗൺ ആയിട്ടാണ്, പിന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ടാണ്. ബ്ലീഡിങ് ഉണ്ടായെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ബ്ലീഡിങ് ഉണ്ടായി എന്ന കാര്യങ്ങൾ. എന്നിട്ട് 9:15 നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം അവിടെ ചേച്ചിക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആവശ്യത്തിന് ബ്ലഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ നിന്നും പല ആളുകളെയും അവിടെ എത്തിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ റെയർ ഗ്രൂപ്പായിരുന്നു, നെഗറ്റീവ് ഗ്രൂപ്പായിരുന്നു അവർക്ക് സേഫ്റ്റിക്കായിട്ട്. എന്നിട്ട് അവർ പറഞ്ഞു ബ്ലീഡിങ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗർഭപാത്രം എടുക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഏട്ടനെയും മാമനൊക്കെ അവിടെ എത്തി. അവരെ നമ്മൾ സിഗ്നേച്ചർ ചെയ്ത് ഗർഭപാത്രം റിമൂവ് ചെയ്തു. വലിയ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ കുഞ്ഞു മരിച്ചുപോയെന്ന വിവരം പോലും ബന്ധുക്കളെ അറിയിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.